ഇന്ന് ഈ മീറ്റിംഗിലേക്ക് എന്നെ അയച്ച സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ എൽദോസ് പാസ്റ്ററിനും കുടുംബത്തിനുമുള്ള നന്ദി അറിയിക്കുന്നു. आज मेरा ये मीटिंग के लिए मेरे को भेजा, सर्वशक्तिमान प्रभु को मैं धन्यवाद देता हूँ। साथ साथ प्रभु का दास ये मीटिंग के लिए मेरे को बुलाया, उनको भी प्रभु यीशु का नाम से मैं मेरा धन्यवाद देता हूँ। ഞാൻ ആദ്യമായിട്ടാണ് ഈ ബംഗാളിലുള്ള ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നത്. मैं सबसे प्रथम बंगाल में ऐसा कलीसिया में सेवकाई के लिए मैं आ रहा हूँ। നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. प्रभु आप सभी लोगों को बहुत सारे से आशीष करेंगे। ഇന്ന് രാത്രിയും ഒരു അത്ഭുതത്തിന്റെ രാത്രിയാണ്, വലിയ ദൈവിക ഇടപെടലുകളുടെ രാത്രിയാണ്. आज रात एक छुटकारा का रात है। आज रात हम प्रभु का एक स्पर्शन को पाने का रात है। ഇന്നും ദാഹത്തോടെ വന്നിരിക്കുന്നവരെ കർത്താവ് തൊടുന്ന രാത്രിയാണ്. आज रात भी जो लोग पिपासा होके प्रभु की उपस्थिति में आया है, हर एक जन को पवित्र आत्मा आज रात स्पर्श करेगा। ഇന്ന് സൗഖ്യത്തിന്റെ മാത്രമല്ല, ഇന്നൊരു ഡെലിവറൻസിന്റെയും ഇന്നൊരു ആത്മപകർച്ചയുടെയും രാത്രിയാണ്. आज केवल एक चंगाई का रात नहीं है, आज छुटकारा का और पवित्र आत्मा का अभिषेक गहराई से पाने का एक रात है। ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾ വലിയ ദാഹത്തോടും വലിയ പ്രതീക്ഷയോടും കൂടെ ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. शुरू से मैं आप लोग को अनुमंत्रण करता हूं, आप लोग प्रभु से पाने का प्रार्थना से पिपासा से प्रभु को उपस्थिति में बैठिए। ഇന്ന് നാം പ്രാർത്ഥിക്കാൻ ഇന്ന് ശുശ്രൂഷ വർഷിപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. मैं अनुभव करता हूं, जब प्रार्थना सभा शुरू किया, इसका शुरू से प्रभु को उपस्थिति हमारा बीच में मैं अनुभव करता हूं। വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആദ്യമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ് വെള്ളത്തിന്റെ മേൽ ചലിക്കുകയായിരുന്നു. हम लोग आदि पुस्तक प्रथम अध्याय से बाइबल का शुरू से हमको मालूम होगा कैसे पवित्र आत्मा पानी के ऊपर चलना, शून्य अवस्था में चलना शुरू किया। ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചപ്പോൾ അടുത്ത വാക്യം നമ്മൾ കാണുന്നത് then God say ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ. हम लोग मालूम होता है जब पवित्र आत्मा की उपस्थिति प्रसन्न हुआ, उधर से हमको मालूम हो गया प्रभु एक एक करके प्रभु शुरुआत किया, सृष्टि किया। ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടും. जहां पर प्रभु की उपस्थिति है उधर ही प्रभु का आवाज शक्ति से प्रकट होगा। ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മിറക്കിളുകൾ സംഭവിക്കും. जहां पर प्रभु का आवाज प्रकट होगा उधर ही असाधारण रीति से प्रभु का अलौकिक काम प्रकट होगा। ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഈ സൂം മീറ്റിംഗിനകത്ത് ചലിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज रात भी प्रभु का सामर्थ्य सुमिति का द्वारा प्रभु का सामर्थ्य शक्ति से हमारा बीच में प्रभु का उपस्थिति है। आमेन। अल्पसमय अन्य भाषाകളിൽ കർത്താവിനെ ആരാധിക്കാം. सभी लोग अपना आवाज को उठा के अन्य भाषा में थोड़ा समय प्रभु को आराधना कीजिए। ഈ ശുശ്രൂഷയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കണമേ. ശബ്ദത്തിന്റെ കൺട്രോള് കർത്താവേ, ഇന്റർനെറ്റിന്റെ കൺട്രോള് നിയന്ത്രണം കർത്താവേ, അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ നിയന്ത്രണം, സകല നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. ഇപ്പോൾ ഭവനങ്ങളിൽ ഇരിക്കുന്നവരുടെ നിയന്ത്രണം, അവരുടെ റൂമുകളുടെ നിയന്ത്രണം യേശുവിന്റെ നാമത്തിൽ പിതാവേ ദൂതന്മാർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സ്വർഗ കൽപ്പന കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സകലരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാരെല്ലാ മേഖലകളിലും ഇറങ്ങട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ മേഖലയിലും ഇറങ്ങട്ടെ. ഇത് ബുദ്ധിയിൽ നിന്നുള്ളതല്ലല്ലോ, ഇത് ദൈവാത്മാവിൽ നിന്നുള്ളത് മാത്രമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഹിതം പോലെ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം പോലെ, പരിശുദ്ധാത്മാവ് എങ്ങനെ ചലിക്കാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ചലിക്കുവാൻ അങ്ങയെ ക്ഷണിക്കുന്നു, അങ്ങയെ ക്ഷണിക്കുന്നു, അങ്ങയെ ക്ഷണിക്കുന്നു, അങ്ങയെ ക്ഷണിക്കുന്നു. വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ന് ചലിച്ചാലും യേശു പറഞ്ഞു, ദൈവാത്മാവിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുവാൻ സാധ്യമല്ല. ഞാൻ ദൈവാത്മാവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധയാത്മാവേ, അങ്ങ് ഇതിനകത്ത് ഇറങ്ങി ചലിച്ചാല്, അങ്ങ് ഇതിനകത്ത് ഇറങ്ങി ചലിച്ചാല്, അങ്ങ് ഇതിനകത്ത് ചലിക്കണമേ, അങ്ങ് ഇതിനകത്ത് വെള്ളി
വെളിപ്പെടണമേ. അങ്ങയുടെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടട്ടെ. Amen. Amen. രണ്ട് വചനങ്ങൾ ധ്യാനിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. हम लोग कुछ वचन को हम लोग मनन करेंगे, इसके बाद ही हम प्रार्थना में आगे बढ़ेंगे. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായമാണ്. लूका सुसमाचार इसका 13 आयत से हम लोग थोड़ा समय मनन करेंगे. लूका सुसमाचार 13 10 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? लूका 13 का 10 से ഏതുവരെ വാക്യം വായിക്കട്ടെ? 10 മുതൽ 17 വരെ വായിക്കാം. 16 വരെ വായിക്കാം. कोई एक जन 13 का 10 से 16 तक पढ़ेगा. जॉन दादा अपना थोड़ा पढ़ सकेगा? जॉन दादा मैं अनम्यूट करेगा. लूका सुसमाचार 13 अध्याय इसका 10 से 16 तक. তিনি বিশ্রাম বারে কোন সমাজ গৃহে শিক্ষা দিতেছিলেন। আর দেখো একটি স্ত্রী লোক যাহাকে 18 বছর ধরিয়া দুর্বলতার আত্মা পাইয়াছিল, সে খুব পূজা ও কোনো মতে সোজা হইতে পারিত না। তাহাকে দেখিয়া যিশু কাছে ডাকিলেন আর কহিলেন, হে নারী, তোমার দুর্বলতা হইতে মুক্ত হইলে। পরে তিনি তাহার উপরে হস্তার্পণ করিলেন, তাহাতে সে তখনই সোজা হইয়া দাঁড়াইল আর ঈশ্বরের গৌরব করিতে করিতে লাগিল। কিন্তু বিশ্রামবারে যিশু সুস্থ করিয়া ছিলেন বলিয়া সমাজধ্যক্ষ ক্রুদ্ধ হইল। সে উত্তর করিয়া লোকদিগকে বলিল, 6 দিন আছে, সেই সকল দিন কর্ম করা উচিত। অতএব এই সকল দিনে আসিয়া সুস্থ হইল, বিশ্রামবারে নয়। কিন্তু প্রভু তাহাকে উত্তর দিয়া কহিলেন, কপটিরা, তোমাদের প্রত্যেক জন কি বিশ্রামবারে আপন আপন বলদ কিংবা গর্দ যাও পাত্র হইতে খুলিয়া জল খাওয়াইতে লইয়া যাও না? পরে ওই স্ত্রী লোক অব্রাহামের কন্যা যাহাকে শয়তান দেখো আজ 18 বৎসর ধরিয়া বাঁধিয়া রাখিয়াছিল, ইহার এই বন্ধন হইতে বিশ্রামবারে মুক্ত পাওয়া কি উচিত নয়? ആമേൻ. 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 പാസ്റ്റർ, മലയാളവും നിങ്ങൾ വായിക്കുന്ന ബൈബിളുമായിട്ട് എന്തെങ്കിലും ഈ വാക്യങ്ങൾക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല പാസ്റ്റർ, ഇല്ല ഇല്ല. കറക്റ്റ് ആണ്, സെയിം ആണല്ലോ അല്ലേ? ചെറിയ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ നമ്മളിവിടെ 13-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, യേശു ഒരു ശാബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. इसका 10 आयत से हम लोग यही पढ़ के सुने थे, एक सबत का दिन, एक विश्राम का दिन यीशु बाबा एक मंदिर में प्रचार कर रहे थे, शिक्षा दे रहे थे. യഹൂദന്മാരുടെ അന്നത്തെ രീതി അനുസരിച്ച് യഹൂദന്മാരുടെ സിനഗോഗുകളായിരുന്നു യേശു ഉപദേശിച്ചു കൊണ്ടിരുന്നത്. उसी समय का यहूदी लोग का कल्चर में यीशु बाबा शिक्षा देने के लिए यहूदी का सिनागोग में, खास करके उन लोग का प्रार्थना मंदिर में प्रभु गए थे. യേശു ആ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ 18 സംവത്സരമായി ഒരു രോഗ ആത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. इधर ही हम लोग देखता है, जब यीशु प्रचार कर रहे, यीशु शिक्षा दे रहे, वो मंदिर का अंदर, कलीसिया का अंदर एक महिला था, 18 साल से उसको शैतान बांध कर रखा था. उसका समस्या यही था, वो सीधा खड़ा हो नहीं सकता था. 18 വർഷമായി ഈ സ്ത്രീക്ക് കൂനാണ്. 18 साल से ये महिला सीधा खड़ा हो नहीं सकता है. യേശു കർത്താവിന്റെ മുമ്പിൽ ഇവൾ വന്നപ്പോൾ യേശുവിന് മനസ്സിലായി ഇവളുടെ ഈ കൂനിന്റെ കാരണം ഒരു രോഗ ഉണ്ടാക്കുന്ന രോഗ ആത്മാവാണ് എന്ന്. जब प्रभु यीशु का पास जब महिला आ गया, यीशु पहचान लिया ये महिला का बीमारी का पीछे एक बीमारी का दुष्टात्मा है. പല പല രോഗാത്മാവുള്ളതുപോലെ പല പല ആത്മാക്കളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും.
बाइबल जब हम लोग सीखेगा अलग अलग आत्मा, बीमारी का आत्मा, अशुद्ध आत्मा, अलग अलग आत्मा का द्वारा सैतान प्रभावित करता है, हम बाइबल से मालूम होता है। അന്ധതയുടെ ആത്മാവോ, ഊമതയുടെ ആത്മാവോ, ബധിരതയുടെ ആത്മാവോ, അശുദ്ധാത്മാവോ, ദുരാത്മാവോ, വ്യഭിചാരത്തിന്റെ ആത്മാവ്, അങ്ങനെ പല രീതിയിൽ മനുഷ്യരെ പീഡിപ്പിക്കുന്ന ദുരാത്മാക്കളെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. बाइबल हमको परिष्कार करके दिखाई देता है सैतान अलग अलग तरीका से बीमारी का आत्मा, अशुद्धात्मा का आत्मा, व्यभिचार का आत्मा और अंध आत्मा, चगिड़ बेदीर आत्मा, अलग अलग तरीका का आत्मा सैतान इस्तेमाल करता है। ഈ സ്ത്രീ പള്ളിയിൽ വരുന്ന വ്യക്തിയാണെങ്കിലും 18 വർഷമായിട്ട് ഇവൾക്ക് കൂനാണ്. ആ കൂനിന്റെ കാരണം ഒരു രോഗിയാക്കുന്ന ആത്മാവാണ്. देखिए ये महिला 18 साल से कलिसिया में आ रहे, तो फिर वो सीधा खड़ा हो नहीं सकता है, उसका कारण एक बीमारी का आत्मा उनका जीवन को बांध लिया था। ഈ രോഗാത്മാവിനെ കണ്ടുപിടിക്കുവാൻ സ്കാൻ ചെയ്താൽ അറിയത്തില്ല. ഈ രോഗാത്മാവിനെ കണ്ടുപിടിക്കുവാൻ മറ്റൊന്നിനും സാധ്യമല്ല. യേശു കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ മാത്രമാണ് ഈ രോഗ ആത്മാവിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ये बीमारी का आत्मा स्कैनिंग करने से उसको मालूम नहीं होगा, डॉक्टर के पास जाने से चंगा नहीं होगा, केवल यीशु का उपस्थिति में ये बीमारी का आत्मा चंगा होगा। आमीन। ഇതാ ഇവളെ ഇപ്പൊ രോഗിയാക്കുന്ന ഒരു ആത്മാവ് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. देखिए ये महिला को 18 साल से उसको अस्वस्थ किया एक आत्मा उसको बांध लिया है। ഈ രോഗാത്മാവ് ബാധിച്ചതിന് ശേഷം നിവർന്ന് നടക്കേണ്ട അവൾ കൂനി നടക്കുകയാണ്. देखिए ये बीमारी उसका शरीर में आया, वही कारण से वो सीधा खड़ा हो नहीं सकता है। യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, യേശു കള്ളൻ വരുന്നത് അറക്കാനും മുടിക്കാനും നശിപ്പിക്കാനുമാണ്, യേശു വരുന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. जोहन सुसमाचार 10 का 10 से हमको मालूम होता है प्रभु यीशु बोला हाल चोर आ गया है, चोरी करने के लिए, नष्ट करने के लिए, खत्म करने के लिए। तो फिर यीशु बाबू बोला आमी असेची ताकि अपना जीवन पावो, सामर्थ्य जीवन पावो। പല മരുന്നുകൾ കഴിച്ചിട്ടും ചിലർക്ക് ചില രോഗങ്ങൾ സൗഖ്യമാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം അതിന്റെ പിന്നിൽ രോഗിയാക്കുന്ന ഒരു രോഗാത്മാവ് ഇരിക്കുന്നു എന്നാണ്. आज रात ध्यान से सुनिए, काफी मेडिसिन खाने के बाद, दवाई लेने के बाद आपके शरीर में बीमारी से आप स्वतंत्र नहीं होता है, इसका मतलब शरीर को प्रभावित किया एक बीमारी का आत्मा है। ഇത് പലപ്പോഴും ഒരു കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ പുരുഷന്മാരിൽ നിന്ന് പുരുഷന്മാരിലേക്ക് മാത്രം, സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളിലേക്ക് മാത്രമെല്ലാം, അല്ലെങ്കിൽ ആ തലമുറകളിൽ മാത്രം അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഈ രോഗാത്മാവിനെ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. हम लोग को कभी कभी ऐसा मालूम होता है एक बीमारी एक आदमी से दूसरा आदमी का शरीर को पकड़ लेता है, मादा से बच्चा का ऊपर आ जाता है। ऐसा शैतान ये बीमारी को प्रभावित करने के लिए इस्तेमाल करता है। കഴിഞ്ഞ 25 വർഷമായി പല രീതിയിലുള്ള ഇങ്ങനത്തെ പ്രയാസം അനുഭവിക്കുന്നവരെ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കണ്ടുവരുന്നു. मतलब पिछले 25 साल से अलग अलग बीमारी से, अलग अलग आत्मा से शैतान बांध लिया लोग को देखने के लिए प्रभु मेरे को मौका दिया। ചിലർക്ക് തൈറോയ്ഡ് രോഗങ്ങൾ അത് തലമുറയായിട്ട് ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. कुछ लोग को थायराइड का बीमारी है, तो फिर ये पीढ़ी तक ये बीमारी चलते रहता है। ക്യാൻസർ രോഗങ്ങൾ, ऐसा कैंसर बीमारी देखता है। അലർജി രോഗങ്ങൾ, कुछ एलर्जी ऐसा देखता है। തളർവാദ രോഗങ്ങൾ, ऐसा शरीर पूरा पैरालाइज हो गया। ഡയബറ്റിക്കുകൾ, मतलब जो शुगर बीमारी, അങ്ങനെ അനേകം രോഗങ്ങൾ ഒരു തലമുറയിൽ നിന്നും വേറൊരു തലമുറയിലേക്ക് ഇങ്ങനെ പോവുകയും ആളുകളെ രോഗിയാക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ऐसा अनेक रकम बीमारी मेरे सेवगाई में मैं देखा, बोलने से एक जन से दूसरा का ऊपर आता है, पीढ़ी तक बीमारी शरीर को प्रभावित करता है। എന്നാൽ ഇന്ന് രാത്രി യേശു വന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ്. तो फिर आज रात में आपसे यही बोलना चाहता हूं, प्रभु यीशु या दुनिया में आया किसके लिए आया? शैतान का समस्त कामों से हमको छुटकारा देने के लिए प्रभु यीशु आया। ഈ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച സ്ത്രീയെ നിങ്ങൾ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് സ്കാൻ ചെയ്താൽ അല്ലെങ്കിൽ MRI ചെയ്താൽ
സ്കാനിങ് ചെയ്താൽ ഡോക്ടർമാര് പറയും ഇത് നട്ടലിന്റെ വളവാണ്, ഇതിന് സർജറി ആവശ്യമാണ്, എന്നാൽ ഇത് മാറത്തുള്ളൂ. आप मान लीजिए ये महिला को हॉस्पिटल में लेके डॉक्टर के पास लेके जाएगा तो शायद डॉक्टर बोलेगा उसका पीठ का बोले से उसका हड्डी सीधा नहीं है, इसलिए उसको सर्जरी होना पड़ेगा, सर्जरी होने से शायद वो ठीक होगा. എന്റെ ചോദ്യം, രോഗ ആത്മാവാണ് എങ്കിൽ അത് സർജറി ചെയ്താൽ ആ ശരീരത്തുനിന്നും പോകുമോ? അത് ഒരിടത്തുനിന്ന് മാറി അടുത്ത സ്ഥലത്ത് അടുത്ത രോഗമായിട്ടിരിക്കും. हाँ, देखिए बीमारी का आत्मा होने से मेरा सवाल यही है, वो क्या होगा जब तक ये आत्मा अपने शरीर से नहीं निकलेगा, एक बीमारी शायद अब ठीक होगा, दूसरा बीमारी का द्वारा ये आत्मा अपने शरीर को प्रभावित करेगा. അത് നടുവിൽ നിന്ന് മാറി വയറ്റിലിരിക്കും, വയറ്റിൽ നിന്ന് മാറി തലയിലിരിക്കും, ഇങ്ങനെ മാറി മാറി പല രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. मतलब ये शायद आपको सीधा करने के लिए नहीं देता है, इसके बाद ये आत्मा अपना मतलब पेट का दर्द होके, इसके बाद ही आपका माथा में दर्द होके, अलग अलग रूप में बीमारी का आत्मा अपने शरीर में प्रकट हो सकता है. എന്നാൽ യേശു ഈ വ്യക്തിയെ കണ്ടപ്പോൾ, ഈ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച ഈ സഹോദരിയെ യേശു കണ്ടപ്പോൾ, बट देखिए इधर ही ऐसा लिखा है, जब प्रभु यीशु 18 साल से बीमारी का बंधन में था, ये महिला को प्रभु यीशु जब देखा, യേശു അവളെ കണ്ട് അവളെ അടുക്കൽ വിളിച്ചു. प्रभु यीशु जब उससे देखा, उसको सामने बुलाया. ഇന്ന് യേശു നിങ്ങളെ എന്നെയും വിളിച്ചിരിക്കുകയാണ്. आज रात प्रभु आपको बुलाया है, प्रभु का उपस्थिति में. നിന്റെ രോഗ അവസ്ഥ കണ്ട്, നിന്റെ ബന്ധിക്കപ്പെട്ട അവസ്ഥ കണ്ട്, നിന്റെ തകർന്ന അവസ്ഥ കണ്ട് ഇന്ന് യേശു നിന്നെ വിടുവിക്കാനായി ഇന്ന് ഇതിനകത്ത് നിന്നെ വിളിച്ച് കയറ്റിയിരിക്കുകയാണ്. आज रात आपका परिस्थिति को देखे, अपना मुसीबत को देखे, अपना बीमारी को देखे, अपना बंधन को देखे, यीशु बाबा आज रात प्रभु को उपस्थिति में आपको बुलाहट दिया है. യേശു കർത്താവ് അവളെ കണ്ട് അടുക്കൽ വിളിച്ച് അവളോട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ऐसा वचन में लिखा है, प्रभु उसको यीशु बाबा उसको सामने बुलाया, उसको बोला तेरा शरीर से सारे बीमारी का बंधन निकल गया, बोल निकल जाओ बोल के उनका ऊपर हाथ रखा. യേശു അവളുടെ മേൽ കൈവച്ച് ഉടനെ അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. वचन में ऐसा लिखा है, जब प्रभु यीशु उनका ऊपर 13 आयत में लिखा है, जब प्रभु उनका ऊपर हाथ रखा, तुरंत वो स्वस्थ होके सीधा खड़ा होके प्रभु का नाम को महिमा दिया. ഇന്നും ഇതിനകത്ത് നിങ്ങൾ സൗഖ്യമായി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. आज रात भी ये सूम का मध्य में जुड़ा हुआ लोग प्रभु को चंगा होके प्रभु को महिमा देने के लिए जा रहे. യേശു അവളെ കണ്ടു, ആദ്യമായി അവളെ കണ്ടു. 2 നാം കാണുകയാണ്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. 3 അവളുടെ മേൽ കൈവച്ചു. देखिए यीशु पहले महिला को देखा, दूसरा उनको सामने बुलाया और उनको बोला सारे बीमारी का बंधन तेरे शरीर से निकल गया है बोल के उनका ऊपर हाथ रखा. യേശു അവളെ കണ്ടപ്പോ, യേശു അവളെ അടുത്ത് വിളിച്ചപ്പോൾ, അല്ലെ യേശു ദേവാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഭൂതം പോയില്ല. യേശു അവളെ ശുശ്രൂഷിച്ചപ്പോഴാണ് ഭൂതം അവളെ വിട്ടുപോയത്. देखिए जब यीशु प्रचार किए थे, यीशु से बात किए थे, उस समय उनको प्रभावित किया, बीमारी का आत्मा निकला नहीं, तो फिर यीशु जब उनका ऊपर हाथ रखा, यीशु अपना सेवकाई शुरू किया, उनका ऊपर चंगाई प्रकट हुआ. പ്രസംഗം പ്രസംഗിക്കുമ്പോ പോകുന്നതുണ്ട്, പ്രവചിക്കുമ്പോ പോകുന്നതുണ്ട്. പക്ഷെ ചിലത് അതിന്റെ ലെവൽ അനുസരിച്ച് ചിലതിന് പോകാൻ മടിയുണ്ട്, അതിനെ പറഞ്ഞു വിടണം. कुछ अशुद्धात्मा ऐसा है, वो प्रचार का मध्य में शायद निकल जाएगा, कुछ भविष्यवाणी करने का समय निकल जाएगा, तो फिर कुछ ऐसा आत्मा है शरीर को प्रभावित करता है, जब तक उसका ऊपर हाथ नहीं रखेगा वो निकलेगा नहीं. ദൈവാത്മാവിന്റെയും ദൈവത്തിന്റെ ആത്മാവിന്റെയും അശുദ്ധാത്മാവിന്റെയും 2 പ്രത്യേകതകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. देखिए मैं पवित्र आत्मा का और अशुद्ध आत्मा का 2 सविशेषता आपके सामने मैं बताना चाहता हूं. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ചില വൈകാരിക അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. जब पवित्र आत्मा हमारा जीवन में आएगा, हमारा जीवन में हमारा शरीर में कुछ अनुभव हो सकता है. ചിലപ്പോൾ ഇമോഷണൽ ആകാം. कुछ लोग शायद इमोशनली हो सकता है.
ചിലർ ചിലപ്പോ ചിരിക്കാം, कुछ लोग शायद हंसना शुरू करेगा, ചിലർ കരയും, कुछ लोग रोना शुरू करेगा, ചിലർ പുതു പുതു ഭാഷകൾ സംസാരിക്കും, कुछ लोग नया नया भाषा बोलना शुरू करेगा। പല പല വൈകാരികമായതും അല്ലാത്തതുമായ പല അനുഭവങ്ങളും ചിലപ്പോൾ പരിശുദ്ധാത്മ സ്നാനം വരുമ്പോൾ ചില വ്യക്തികൾക്ക് ഉണ്ടാകാറുണ്ട്. जब पवित्र आत्मा का अभिषेक आएगा, अलग अलग तरीका का अनुभव प्रत्येक व्यक्ति लोग का जीवन में होता है। എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ അറിയത്തില്ല. तो फिर सच्चाई यही है, जब पवित्र आत्मा हमारा जीवन से निकल जाना से हमको मालूम नहीं होता है। എന്നാൽ ഈവിൾ സ്പിരിറ്റ് നേരെ വിരുദ്ധമാണ്. तो फिर शैतान का आत्मा, दुष्टात्मा उसका विपरीत होता है। അത് വരുമ്പോ ആരും അറിയത്തില്ല. शैतान का आत्मा, दुष्टात्मा जब अपने शरीर में घुसेगा कोई भी जानेगा नहीं। അത് പോകാൻ പറയുമ്പോ അത് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. तो फिर उसको जानने के लिए, निकालने के लिए चेष्टा करेगा, वो आवाज करेगा, सारे लोग जान लेगा। അതിന് വരാൻ ഇഷ്ടമാണ്, പോകാൻ ഇഷ്ടമല്ല. उसको जानने के लिए अशुद्धात्मा का सविशेष नहीं है, आने के लिए इच्छा है, तो फिर जाने के लिए वो तैयार नहीं है। അങ്ങനെ अड्रസ് തെറ്റി വരുന്ന ലെറ്ററുകളിലൊക്കെ നമ്മൾ തിരിച്ചയക്കുന്നത് പോലെ ഇങ്ങനെ വന്നിരിക്കുന്നതിനൊക്കെ ഇന്ന് രാത്രി നമ്മൾ പുറത്താക്കാൻ പോവുകയാണ്. जैसा हमारा जैसा पत्ता गलत हो के जो कुछ हमारे पास आता है उसको हम वापस भेज देता है, वैसा जो कुछ अपना अनुमति बिना अपना शरीर में घुस गया है, आज रात यीशु का नाम से हम उसको छुटकारा देंगे। ഡെലിവറൻസ് ശുശ്രൂഷ നടക്കുമ്പോൾ നാം എല്ലാ സ്ഥലത്തും ഉള്ള എല്ലാ മേഖലയിലും വിടുതലുകൾ കാണുവാൻ തുടങ്ങും. जब छुटकारा का सेवकाई होता है, सच्चाई से ही मालूम होता है, हर एक तरीका को, हर एक जीवन को ये स्पर्श करता है। ഇവൾ രോഗം മൂലം കുനിഞ്ഞു നടക്കുകയാണ്. देखिए, महिला बीमारी के द्वारा वो सीधा खड़ा हो नहीं सकता है। എന്നാൽ ഇന്ന് ചിലർ സാമ്പത്തികമായി കുനിഞ്ഞു നടക്കുകയാകാം. तो फिर आज कुछ लोग अपना मतलब कर्जादार का द्वारा, मतलब अपना കുടുംബ ജീവിതം തകർന്ന് കുനിഞ്ഞു നടക്കുകയാകാം. पैसा का समस्या का कारण से अब सीधा खड़ा हो नहीं सकता है। ചിലർ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട്, വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ട്, വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ട് തല ഉയർത്താൻ പറ്റാതെ കുനിഞ്ഞു നടക്കുകയാകാം. कुछ लोग अपना पारिवारिक जीवन का समस्या, कुछ लोग अपना प्रार्थना जीवन का, विश्वास जीवन में सीधा खड़ा हो नहीं सकता है। ऐसा कुछ लोग आज रात हमारा मध्य में है। ചിലർ ആത്മീയമായി ഉയരാൻ പറ്റാതെ കുനിഞ്ഞു നടക്കുകയാകാം. कुछ लोग अपने आत्मिक जीवन में आगे बढ़ नहीं सकता है, सीधा खड़ा हो नहीं सकता है। ചിലരെ എല്ലാം പരാജയപ്പെട്ട് തല ഉയർത്താൻ പറ്റാതെ കുനിഞ്ഞു നടക്കുകയാകാം. कुछ लोग सब कुछ जीवन में पराजित हुआ, कोई कारण से सीधा खड़ा हो नहीं सकता है। എന്താണ് ഈ പ്രശ്നത്തിന്റെ കാര്യമെന്നറിയാതെ ഏറെ നിരാശപ്പെട്ട് നീ കുനിഞ്ഞു നടക്കുകയാകാം. ओ ये समस्या का कारण क्या है आपको मालूम नहीं है, इसलिए आप सीधा खड़ा हो नहीं सकता है। എന്നാൽ യേശുവിന്റെ സന്നിധി വന്നപ്പോൾ നാം കണ്ടു 18 സംവത്സരമായി കുനിഞ്ഞു നടന്നവൾ തൽക്ഷണം നിവർന്നു നിൽക്കുകയാണ്. तो फिर हम लोग यही देखा, यीशु को उपस्थिति में जो आया, महिला 18 साल से सीधा खड़ा हो नहीं पाया, तो फिर यीशु का उपस्थिति में ये महिला सीधा हो गया। ഇന്ന് രാത്രിയിലും യേശു ജീവിക്കുന്ന അതേ യേശു, ഇന്ന് രാത്രിയിലും അതേ യേശു ഈ കൂട്ടായ്മയ്ക്കകത്ത് വന്നിരിക്കുകയാണ്. आज रात वो महिला को स्पर्श किया यीशु हमारा मध्य में है, आपका जीवन को स्पर्श करने के लिए। ബന്ധിക്കപ്പെട്ടതിനെ അഴിക്കുവാൻ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ओ जो शैतान जिसको बांध कर रखा है उसको आजादी देने के लिए, छुटकारा देने के लिए यीशु हमारा मध्य में है। തല ഉയർത്താൻ പറ്റാതെ കുനിഞ്ഞിരിക്കുന്നതിന് നിവർത്തുവാൻ യേശു ഇതിനകത്ത് വന്നിരിക്കുകയാണ്. आपका माथा को सीधा करने के लिए शैतान अनुमति नहीं दिया, ऐसा परिस्थिति से आपको छुटकारा दे के आपको खड़ा करने के लिए यीशु हमारा मध्य में है। യേശുവിനെ വിടുവിക്കുവാൻ കഴിയാത്ത യാതൊരു ബന്ധനവുമില്ല. ओ यीशु को छुटकारा दे नहीं सकता है, ऐसा कुछ भी बंधन दुनिया में नहीं है। ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ യേശുവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. आपका जीवन में यीशु के लिए असाध्य है बोल के कुछ भी परिस्थिति हालेलुया दुनिया में नहीं है। ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് എന്റെ വിടുതലിന്റെ രാത്രിയാണെന്ന്? आज रात कितना लोग विश्वास करता हूं आज रात मेरा छुटकारा का रात है। ഇന്ന് രാത്രി ദൈവിക വിടുതൽ ഇതിനകത്ത് സംഭവിക്കുകയാണ്.
आज रात पवित्र आत्मा के उपस्थिति में आपका जीवन में यीशु का नाम से छुटकारा प्रभु प्रदान कर रहे हैं। ഇന്ന് രാത്രി നാളുകളായ ബന്ധനങ്ങൾ ഇതിനകത്ത് അഴിയുകയാണ്. आज रात काफी दिन से शैतान बांध लिया है बंधन, आज रात यीशु का नाम से आजादी हो रहे। ഇന്ന് രാത്രി ഇതിനകത്ത് കെട്ടപ്പെട്ട ചില വ്യക്തികളെ കർത്താവ് വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. आज रात शैतान बांध लिया कुछ लोग को, आज रात पवित्र आत्मा आजादी देना चाहता हूं। ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുകയാണ്. वो अभी से प्रभु को उपस्थिति में इधर अनुभव करता हूं। ഇപ്പോൾ തന്നെ യേശു നിങ്ങളെ തൊടുകയാണ്. अभी पवित्र आत्मा अपना जीवन को स्पर्श कर रहे। ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. अभी से चंगा करने का प्रभु का अभिषेक अपना जीवन को स्पर्श कर रहे। നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് യേശുവേ എന്ന് വിളിച്ചാട്ടെ. आप जहां पर है अपना बाड़ी के अंदर अपना मुंह खोल के यीशुए यीशुआ അന്യഭാഷകളുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. और जो लोग प्रभु का अभिषेक को पाया नया भाषा में अन्य भाषा में प्रभु से बात कीजिए। ഇന്ന് യേശു സാത്താൻ കെട്ടിവെച്ച കെട്ടിനെ ഇതിനകത്ത് അഴിക്കാൻ പോവുകയാണ്. आज रात शैतान जो कुछ बांध लिया है सारे बंधन यीशु हमारा मध्य में निकालना चाहता हूं। ഇന്ന് യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ എല്ലാ നാമങ്ങളും മുട്ടുമടക്കാൻ പോവുകയാണ്. यीशु का नाम का सामने सारे घुटना टीकेगा। ഇന്ന് ഇതിനകത്ത് തലയ്ക്കകത്ത് അസ്വസ്ഥതയുള്ള പ്രയാസമുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ വിടുവിക്കപ്പെടുകയാണ്. आज रात अपना सिर में समस्या है ऐसा लोग आज रात इसी वक्त यीशु का नाम से चंगाई को प्राप्त करेगा। ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. आज रात इसी समय कुछ लोग के शरीर में प्रभु को उपस्थिति को अपने अनुभव करेगा। ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുകയാണ്. ओ पवित्र आत्मा ऐसा कुछ लोग जीवन को आज रात इसी समय स्पर्श कर रहे। ഇപ്പോൾ തന്നെ വയറിനകത്ത് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. जो पेट में व्यथा है ऐसा लोग को आज रात पवित्र आत्मा स्वतंत्र कर रहे। ഇപ്പോൾ തന്നെ വയറ്റിനകത്തെ മുഴ പോലെയുള്ള പ്രയാസങ്ങൾ അപ്രത്യക്ഷമാവുകയാണ്. ओ पेट में जैसा ट्यूमर जैसा जो बड़ा करके दिखाई दिया वो यीशु का नाम से आज रात चंगा हो रहे।